കൊച്ചിയെ വിറപ്പിച്ച ഒരു യുവാവിന്റെ പ്രേതത്തിന്റെ കഥ അറിയാമോ? എങ്കിൽ ആ കഥയിലേക്കാണ് ഇനി. അവസാന ഫോൺ കോൾ 2012 ഒരു മഴക്കാലത്ത്. കൊച്ചിയിലെ 27-കാരനായ അനീഷ് തന്റെ സുഹൃത്തുമായി രാത്രി 11:30 ഫോൺ വഴി സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് കോളിൽ നിന്നും ഇറങ്ങിയെങ്കിലും അതിനുശേഷം അവനെ ആരും കണ്ടിട്ടില്ല. അന്ന് രാത്രി മഴയും ഇടിയും കാരണം റോഡുകൾ ശൂന്യമായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ അനീഷിന്റെ ബൈക്ക് പാലത്തിന്റെ അരികിൽ പാർക്ക് ചെയ്ത നിലയിൽ കണ്ടു. ഹെൽമറ്റ് റോഡിൽ വീണ് കിടക്കുന്നു. മൊബൈൽ ഫോൺ ഓഫായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും ആശങ്കയിൽപ്പെട്ടു. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. തിരച്ചിൽ സംഘം പാലത്തിന് താഴെയുള്ള വെള്ളത്തിൽ അന്വേഷണം നടത്തി. ചില മണിക്കൂറുകൾക്ക് ശേഷം അനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. മുഖത്ത് വലിയ പരിക്കോ വാഹനാപകടത്തിന്റെ സാധാരണ ലക്ഷണങ്ങളോ ഒന്നുമില്ലായിരുന്നു. മരണത്തിന്റെ കാരണം വ്യക്തവുമല്ല. അത് അപകടമായിരുന്നു, സ്വയം ഹത്യയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പങ്കാളിത്തമോ ഇന്ന് വരെയും വ്യക്തമല്ല. കേസിലെ ഏറ്റവും ഭീതിജനകമായ വിവരം അതിങ്ങനെയാണ്. സുഹൃത്ത് പറഞ്ഞത് പ്രകാരം കോളിന്റെ അവസാനം അനീഷിന്റെ ശബ്ദത്തിന് പിന്നാലെ ആരോ ഒരു തരം ഭാരം കൂടിയ ശീതളമായ ഒരു ശ്വാസം വിടുന്ന ശബ്ദം കേട്ടു. അത് മനുഷ്യരുടെ സ്വാഭാവിക ശ്വാസം പോലെ ആയിരുന്നില്ല, മറിച്ച് ദൂരെ ഒരിടത്ത് നിന്ന് കേൾക്കുന്ന പോലെ തോന്നുന്ന ഒരു വിചിത്ര ശബ്ദം. ഇന്ന് വരെ ആ പാലത്തിന്റെ അരികിലൂടെ കടന്നു പോകുന്ന നാട്ടുകാരിൽ ചിലർ പറയുന്നു, മഴയുള്ള രാത്രികളിൽ ഹെൽമറ്റ് ധരിച്ച ഒരു യുവാവ് പാലത്തിന്റെ അരികിൽ നിശബ്ദമായി നിൽക്കുന്നത് കണ്ടതായി. ആരും അടുത്തു ചെന്നാൽ അവൻ കാണാതാവും. പിന്നെ ചെവിയിലൊരു തണുത്ത ശ്വാസവും.